ഷിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്താനുള്ള ദൌത്യം നിർണായക ഘട്ടത്തിൽ നിർണായക മണിക്കൂറുകളിലൂടെ കടന്നുപോകുകയാണ്. ഇപ്പോൾ ഇതാ ഐബോർഡ് കൃത്യമായി ഏറ്റവും നന്നായി പരിശോധിക്കുന്ന റഡാർ അടക്കമുള്ള ഡ്രോൺ സംവിധാനമുള്ള സ്കാനർ ഐബോർഡിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കെ വി ബൈജു നമുക്കൊപ്പം ചേരുകയാണ്. ഇല്ല, ഞാൻ കണ്ടില്ല, വീഡിയോ ഉണ്ട്. ഒറ്റ മിനിറ്റ് ഇതിന്റെ മറുപടി നൽകേണ്ടത് പോലീസുകാരാണ്, ഞാനല്ല. ഞാൻ അവിടെ പോയി കണ്ടിട്ടുണ്ടെന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷെ അതിന്റെ സ്ഥിരീകരണം പോലീസാണ് നൽകേണ്ടത്, ഞാനല്ല. ഞാൻ അറിയില്ല, എന്റെ അറിവിൽ അവിടെ ഒരു 3-4 കഷ്ണം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഞങ്ങളതാണോ അവരതാണോ എന്നുള്ളത്, വേറെ ആരതോ ആണോ എന്നുള്ളത് പോലീസുകാരാണ് പറയേണ്ടത്. അവര് പോയെന്ന് കിട്ടിയാന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അതിന്റെ ഒക്കെ യാഥാർത്ഥ്യം FIR ഉള്ള കേസും പടി ആയതുകൊണ്ട് ഇതിപ്പോ അവരെന്നെ പോലീസുകാരാണ്, കർണാടക പോലീസാണ് ഇതിന് മറുപടി നൽകേണ്ടത്. ഇത് അവിടെയുള്ള മീൻ പിടിക്കുന്ന ആർക്കാണ് കിട്ടിയതെന്നാണ് പറഞ്ഞത്. സ്ഥിരീകരണം പോലീസുകാരാണ് സ്ഥിരീകരിക്കേണ്ടത്, അവരെ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. ഒരു 4 to 5 പീസ് ഉണ്ടാവും. പല ഇടങ്ങളിലായിട്ടാണ് അവർ കാണിച്ചത്. അപ്പോൾ അതുകൊണ്ട് കഷ്ണം എത്ര ഉണ്ട് എന്നുള്ള ഓർമ്മയില്ല. എന്തായാലും ഒരു 3-4 കഷ്ണം ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ മുകളിലേക്ക് അത് ഞങ്ങൾ തന്നെ ആണോ എന്നുള്ളത് പോലീസുകാർ എന്തായാലും അവരാണ് കൺഫേം ചെയ്ത് പറയേണ്ടത്. ഞാൻ പോയി കണ്ട അന്നലെ വൈകുന്നേരം. അതിന്റെ മുകളിൽ ഒരു P1 എന്നുള്ളതായിട്ട് ഞാൻ കണ്ടു. ഞാനതിപ്പോൾ ബാക്കി മീഡിയകളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. P1 എന്നുള്ള ഒരു മാർക്കിംഗ് ഉണ്ട്. അതൊരു പ്രത്യേക മാർക്കിംഗ് ഒന്നല്ല, അവിടെ ജസ്റ്റ് ആ ലോഡിന്റെ ഫോട്ടോ അയച്ചു തന്നതിൽ ഒരു P1 എന്നുള്ള മാർക്കിംഗ് ഉണ്ട്, ജസ്റ്റ് അതേ ഉള്ളൂ. ഈ മരം തന്നെയാണോ ഏത് അവിടെ ഉള്ളതോ? അവിടെ ഉള്ള മരത്തിന് തോലില്ല, അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് മനസ്സിലായില്ല ഏത് മരം എന്നുള്ളത്. ഓക്കെ. ഐബോർഡിന്റെ നിർണായകമായിട്ടുള്ള പരിശോധനകൾ ഒരു വശത്ത് നടക്കുമ്പോഴായിരുന്നു അല്പം മുൻപ് വളരെ സുപ്രധാനപ്പെട്ട ഒരു വിവരം വന്നത്. അർജുൻ ഓടിച്ചിരുന്ന ലോറിയിലെ തടികൾ 8 കിലോമീറ്റർ അകലെ നദിയോരത്ത്, പുഴയോരത്ത് കണ്ടെത്തിയതായിട്ടുള്ള 2-3 തടിക്കഷ്ണങ്ങൾ കണ്ടെത്തിയതായിട്ടുള്ള വിവരങ്ങൾ വന്നിരുന്നു. PA1 എന്ന് രേഖപ്പെടുത്തിയ തടികളാണ് കണ്ടെത്തിയത്. അത് ഈ അർജുന്റെ ലോറിയുടെ തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുകയില്ലെന്നാണ് അല്പം മുൻപ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ലോറി ഉടമയുടെ കൂടി മറ്റൊരു ലോറി ഉടമ കൂടിയാണ് എന്ന് മനസ്സിലാക്കേണ്ടതായിരിക്കുന്നു. കെ വി ബൈജു നമുക്കൊപ്പം ചേരുന്നു. ബൈജു, ഈ ലോറി ഒഴുകിപ്പോയോ? ആ ഒരു വലിയ ചോദ്യത്തിലേക്ക് ഉള്ള ക്ലൂ കൂടിയാണ് ആ തടികൾ കണ്ടെത്തിയത്. ആ തടികൾ അർജുന്റെ ലോറിയുടെ അതാണെങ്കിൽ അത് സ്ഥിരീകരിക്കുന്നത് കർണാടക പോലീസ് തന്നെയാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം. എന്ത് റെസ്പോൺസ് ആണ്, എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ? അപർണ, നമ്മോടിപ്പോൾ സംസാരിച്ചത് അൽഫാണ്. ഈ അപകടത്തിൽപ്പെട്ട അർജുൻ സഞ്ചരിച്ച വാഹനത്തിന്റെ RC ഓണറാണ് അൽഫ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അൽഫ് പറയുന്നത് 4-5 തടിക്കഷ്ണം ഇത്തരത്തിൽ ജൂഹു എന്ന് പറയുന്ന 6 കിലോമീറ്റർ ദൂരത്തുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ, മീൻ പിടിക്കുന്നവർ ഉൾപ്പെടെ കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ അൽഫ് അവിടെ പോയി അത് നോക്കി. പക്ഷേ അത് ഈ അർജുന്റെ തടിയാണോ എന്ന കാര്യത്തിൽ അൽഫ് അതൊരു സ്ഥിരീകരണം നൽകുന്നില്ല. കാരണം അദ്ദേഹം പറയുന്നത് പോലീസ് ഇതിൽ ഒരു കംപ്ലൈന്റ് ഉള്ളതുകൊണ്ട് ആ സ്ഥിരീകരണം പോലീസ് നൽകും. ഏതായാലും അൽഫ അവിടെ പോയി ആ സ്ഥലം സന്ദർശിച്ച ഇത്തരത്തിൽ മരമുണ്ടെന്ന് ഏതായാലും കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഈ ലോറിയിലുള്ള ഉണ്ടായിരുന്ന മരം എന്ന് തന്നെയാണ്. 5 ഇത്തരത്തിലുള്ള തടിക്കഷ്ണങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഏതായാലും ഈ പുതിയ വിവരങ്ങൾ വരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഡ്രോൺ പരിശോധന പുരോഗമിക്കുന്നത്. വളരെ നല്ല കാലാവസ്ഥയാണ്, ഇതുവരെ പ്രതികൂലമായ കാലാവസ്ഥ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ വളരെ വൈകാതെ തന്നെ ഇനി ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ഈ ഡ്രോണിന്റെ വിവരങ്ങളാണ്, അതാണ് ഇപ്പോൾ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. ഉടൻ തന്നെ ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും.